ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. മലയാളത്തിലും വിവിധ ഭാഷകളിലായി നമ്മൾ 400ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. വ്യത്യസ്ത കാറ്റഗറിയിലുള്ള പുസ്തകങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. എങ് സെങ് ഹോ എന്ന മലേഷ്യൻ എഴുത്തുകാരന്റെ തരീമിലെ കുടീരങ്ങൾ, ദ ഗ്രേസ് ഓഫ് തരീം എന്ന പുസ്തകത്തിന്റെ മലയാള വിവർത്തനമാണ് നമ്മൾ ഈ വേദിയിൽ വെച്ചുകൊണ്ട് പ്രകാശനം ചെയ്യുന്നത്. രഘു ആൻഡ് സലീം ദേളി രണ്ടുപേരും കൂടി ചെയ്ത ഒരു പുസ്തകമാണ് ഇസ്ലാമോഫോബിയ എന്നുള്ളത്. മുഹമ്മദ് നബി പാശ്ചാത്യ ചിന്തകരുടെ ദൃഷ്ടിയിൽ എന്ന വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ബുക്ക്പ്ലസ് തയ്യാറാക്കിയത്. മുത്തുനബിയും പനിനീർ പൂവും, ആ പുസ്തകത്തിന്റെ ഓതർ കെ അബൂബക്കർ മാസ്റ്ററാണ്. ബഹുമാനപ്പെട്ട കുഴൂർ വിൽസൺ സാറുടെ പുസ്തകമാണ്. തടാകത്തിൽ ഫലിക്കുന്ന ഈത്തപ്പനകൾ എന്ന കവിതയാണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. ശാസ്ത്രീയ വിപ്ലവം, ഹസീൻ മുഹമ്മദ് തയ്യാറാക്കിയ ശാസ്ത്രീയ വിപ്ലവം എന്ന പുസ്തകമാണ്. പള്ളി ദർസ് ഡോക്ടർ സി കെ അബ്ദുറഹ്മാൻ ഫൈലി അദ്ദേഹത്തിന്റെ PhD തീസിസ് ആണ്. അതൊരു ഒരു ഗ്രന്ഥമായി നമ്മളത് പ്രസിദ്ധീകരിച്ചു. മുഖ്താർ ഉദരംകോയിലിന്റെ ഉസ്താദ് എംബാപ്പെ, VH നിഷാദിന്റെ വാൻഗോവിന്റെ ചെവി എന്നതാണ്. ഹൈഫയിലേക്ക് തിരിച്ചു പോകുന്നവർ എന്ന ഒരു അറബി നോവലിന്റെ പ്രകാശന കർമ്മമാണ്. ഗൂർഖകളുടെ നാട്ടിൽ UK അജ്മൽ തയ്യാറാക്കിയ പുസ്തകമാണ്. റോഡ് അപ്പ് നോർത്ത്, ആ പുസ്തകം ഇംഗ്ലീഷ് നോവലാണ്. പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് മണൽ ഗഫൂർ. കടലാസ് തോണികൾ എന്ന കഥാസമാഹാരം തയ്യാറാക്കിയിരിക്കുന്നത് സീന ഷുക്കൂർ ആണ്. ബിസിനസ് രസതന്ത്രം എന്ന പുസ്തകമാണ് ഡോക്ടർ ഷഫീഖ് തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം. താങ്ക് യു. നമ്മുടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് ഉസ്താദ് എംബാപ്പെ. പ്രത്യേകിച്ച് മുഖ്താർ ഒരു ചിത്രകാരൻ കൂടിയാണ്, ചിത്രകാരനും കഥാകാരനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഉസ്താദ് എംബാപ്പെ. 2019 കരിക്കുലം ഓഫ് പള്ളി ദർസ് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ദ ഡിസമിനേഷൻ ഓഫ് അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇൻ കേരള എന്ന ടോപ്പിക്കിൽ റിസർച്ച് നടത്തിയതിൻ്റെ ഫലമാണ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയതാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകങ്ങളൊക്കെ പ്രകാശമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. കവിത പോലെ തന്നെ കവിതയ്ക്ക് പേരിടുന്ന മലയാളത്തിൻ്റെ പ്രിയ കവിയുടെ കവിത തുളുമ്പുന്ന പുസ്തകം നമ്മൾ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. മുഖ്താർ ഉദരംകോയിലിൻ്റെ പുസ്തകമാണ് എംബാപ്പെ. വാക്കുകൊണ്ട് കഥകളായി മാറുന്ന മുഖ്താർ എന്ന സുഹൃത്തിനെയും കൂടെ ഞങ്ങൾ ഓർത്തുകൊണ്ട് മുഖ്താറിൻ്റെ പുസ്തകവും നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. എൻ്റെ പലപ്പോഴായി ഞാൻ എഴുതിയ ചെറുകഥകൾ, അതിൽ നിന്നും 7 എണ്ണം തിരഞ്ഞെടുത്ത് കടലാസ് തോണികൾ എന്നൊരു ബുക്കിന്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒരുപാട് പേരോട് കടപ്പെട്ടിരിക്കുന്നു. Second to Bookplus for seeing the potential in my story and deciding to bring it out. Third to everyone who's sitting here who came here to support me. And fourth and the last to my husband and my kids. If it weren't for you, I might have been here way earlier. എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം തടാകത്തിൽ പ്രതിഫലിക്കുന്ന ഈത്തപ്പനയുടെ നിഴൽ. ഏറ്റവും മനോഹരമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ബുക്ക് പ്ലസിന് നന്ദി.
അപ്പോൾ എവിലും ഈ സാഹചര്യത്തിലൂടെ എത്തി. ഏറ്റവും വലിയ സന്തോഷം എൻ്റെ കുടുംബത്തിലെ ഭാഗമായ അനിച്ചേട്ടൻ്റെയും ഓൾഗയുടെയും മകൾ ഡോക്ടർ അശ്വതി അനിൽകുമാറാണ് പുസ്തകം സ്വീകരിച്ചത്. ഒരു സാംസ്കാരിക മാമാങ്കം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ലോകോത്തരത്തിലുള്ള പ്രസാധകരും എഴുത്തുകാരും ഒക്കെ ചേർന്ന ഈ അവസരത്തിൽ നമ്മുടെ മലയാളത്തിലുള്ള പുതിയ എഴുത്തുകാരും പുതിയ സൃഷ്ടികളുമായി ഇവിടെ എത്തിച്ചേരുന്നു എന്നത് വളരെ സന്തോഷം വരുന്ന ഒരു കാര്യമാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരിലും ഒരു എഴുത്തുകാരുണ്ട്. ഓരോരുത്തരും നമ്മുടെ അനുഭവങ്ങൾ ഇതേപോലെ എഴുതിയിട്ട് ചെറിയ കുറിപ്പുകളിൽ നിന്ന് ചെറിയ ലേഖനങ്ങളിൽ നിന്ന് പുസ്തകങ്ങളിലേക്ക് മാറ്റി തീർക്കണം. അതിന് എല്ലാവർക്കും അതിനുള്ളൊരു വഴി തെളിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും മുഖ്ലസിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.